ഹലോ. അപ്പോൾ നമ്മൾ പോളറൈസേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിക്സ്ചർ ഓഫ് അൺപോളറൈസ്ഡ് ആൻഡ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ഇസ് പാസ്ഡ് ത്രൂ എ ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആൻഡ് ദെൻ ത്രൂ ആൻ അനലൈസർ ഇസ് റൊട്ടേറ്റഡ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെയും സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിൻ്റെയും ഒരു മിക്സ്ചർ, ഈ മിക്സ്ചർ ഓഫ് ലൈറ്റ് ബീം നമ്മളൊരു ക്വാർട്ടർ വേവ് പ്ലേറ്റിലൂടെ പാസ് ചെയ്ത് വിട്ടു. എന്നിട്ട് പിന്നൊരു അനലൈസറിലൂടെ പാസ് ചെയ്ത് വിട്ടു. ഈ അനലൈസർ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ സൊല്യൂഷൻ. ഒരു അൺപോളറൈസ്ഡിൻ്റെയും സർക്കുലർലി പോളറൈസ്ഡിൻ്റെയും മിക്സ്ചർ നമ്മളൊരു ക്വാർട്ടർ വേവ് പ്ലേറ്റിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? നമ്മുടെ നേരത്തെ ആ ഒരു അനാലിസിസ് പേജ് പ്രകാരം അത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റായിട്ട് മാറും. അത് പിന്നെയും ഒരു അനലൈസറിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അനലൈസറിലൂടെ പോകുമ്പോൾ ഇൻറ്റൻസിറ്റി കൂടുക ചെയ്യുക. അപ്പോൾ ഇൻറ്റൻസിറ്റി മാക്സിമം ആൻഡ് മിനിമം ആയിട്ട് മാറും. എങ്ങനെ? അനലൈസർ റൊട്ടേഷൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അനലൈസർ റൊട്ടേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മാക്സിമം മിനിമം എന്ന് വന്ന് പോയിക്കൊണ്ടേയിരിക്കും. ആ മിനിമം പക്ഷേ ഒരിക്കലും സീറോ ആയിരിക്കില്ല, നോൺ സീറോ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഇങ്ങനെ വേരി ചെയ്യുന്നൊരു ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് വരിക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് നമ്മുടെ ദർ ആർ മാക്സിമ ആൻഡ് മിനിമ ഇൻ ഇൻറ്റൻസിറ്റി വിത്ത് ഐ മിനിമം നോട്ട് ഈക്വൽ ടു 0. ആ വാല്യൂ ആണ് നമുക്ക് വരിക കേട്ടോ. ദർ വിൽ ബി നോ വേരിയേഷൻ ഇൻ ഇൻറ്റൻസിറ്റി, അത് തെറ്റാണ്. മാക്സിമ ആൻഡ് മിനിമ ഇൻ ഇൻറ്റൻസിറ്റി വിത്ത് ഐ മിനിമം ഈക്വൽ ടു 0, അത് തെറ്റാണ്. റിസൾട്ട് ഡിപ്പെൻസ് ഓൺ ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ ക്വാർട്ടർ വേവ് പ്ലേറ്റ്, അതും തെറ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The given figure illustrates the passage of the ordinary and extraordinary wavefronts O and E through a uniaxial crystal. The figure represents crystal orientation with its 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതൊരു യൂണിയാക്സിയൽ ക്രിസ്റ്റലാണ്. അതായത് എക്സ്ട്രാordinary റേയും ഓർഡിനറി റേയും സെയിം ഡയറക്ഷനിൽ പോകുന്ന ആ ഒരു ആക്സിസ് ആണ് ഒപ്റ്റിക് ആക്സിസ്. ആ ഒരു ഒപ്റ്റിക് ആക്സിസ് ഒരെണ്ണം മാത്രമുള്ള ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ യൂണിയാക്സിയൽ ക്രിസ്റ്റൽസ് എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു യൂണിയാക്സിയൽ ക്രിസ്റ്റൽസിൻ്റെ ഓർഡിനറി വേവ് ഫ്രണ്ടിൻ്റെയും എക്സ്ട്രാ ഓർഡിനറി വേവ് ഫ്രണ്ടിൻ്റെയും പാസേജ് ഓഫ് ഫിഗറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്രിസ്റ്റൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം നമുക്ക്. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി റേ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ദാൻ ദി ഓർഡിനറി റേ ആയിട്ടാണ് പോവുക. എക്സ്ട്രാordinary റേയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷനാണെന്ന് നമുക്കറിയാമല്ലോ. ഓർഡിനറി റേയുടെ ആണെങ്കിലോ എല്ലാ ഡയറക്ഷനിലും സെയിം വെലോസിറ്റിയാണ്. അപ്പോൾ എക്സ്ട്രാordinary റേയുടെയും ഓർഡിനറി റേയുടെയും വെലോസിറ്റി സെയിം ആവുന്ന ആക്സസ് ആണ് ഒപ്റ്റിക് ആക്സസ്. ഞാനത് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അവിടെ തന്നിട്ടുള്ള ഫിഗറില്ലേ, ആ ഫിഗറിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസിഡൻറ്റ് റേയുടെ എലോങ് നോക്കുകയാണെങ്കിൽ 2 വെലോസിറ്റീസും ഈക്വലാണ്. അതായത് ഒപ്റ്റിക് ആക്സിസ് വരുന്നത് അതിൻ്റെ ഇൻസിഡൻറ്റ് റേയിന് എലോങ് ആണ് എന്നാണ്. അപ്പോൾ ഞാൻ ആ ഫിഗർ കാണിച്ചു തരാം. നിങ്ങൾ നോക്കി നോക്കൂ, ഇൻസിഡൻറ്റ് റേ വരുന്നുണ്ട്. അവരുടെ വെലോസിറ്റി, 2 പേരുടെയും വെലോസിറ്റി വരുന്നത് ആ ഒരു ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് പാരലൽ ടു ദ ക്രിസ്റ്റൽ സർഫസ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. കാരണം ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത് ഈ 2 വെലോസിറ്റീസും ഈക്വൽ ആവുന്ന ആക്സിസ് ആണ്. അങ്ങനെ വരുന്നത് ആ ഇൻസിഡൻറ്റ് റേൻ്റെ എലോങ് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. An incident light is viewed through a rotating Nicol prism. Match list 1 with list 2 and select the correct answer by using the codes given below the list. അപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് നിക്കോൾ പ്രിസത്തിനൂടെ നമ്മളൊരു ഇൻസിഡൻറ്റ് ലൈറ്റിനെ വ്യൂ ചെയ്യാണ്. അങ്ങനെ ഉള്ള കണ്ടീഷനിൽ, ആ ഒരു ഒബ്സർവേഷൻ കണ്ടീഷനിൽ താഴെ കൊടുത്തിട്ടുള്ള 2 ലിസ്റ്റ്സിലെ കാറ്റഗറീസും പരസ്പരം കണക്ട് ചെയ്യാനാണ്, മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് മാച്ച് ചെയ്യാന്നുള്ളത്. ഈ എ എന്ന്
പറയുന്നത് സർക്കുലർലി പോളറൈസ്ഡ് ആണ്. സർക്കുലർലി പോളറൈസ്ഡിൽ ഇപ്പോഴത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കറക്റ്റ് മാച്ച് ആവുന്നത് ഇൻറ്റൻസിറ്റി ഡസ് നോട്ട് ചേഞ്ച് ആണ്. നമ്മൾ നിക്കോൾ പ്രിസത്തിലൂടെയാണല്ലോ നോക്കുന്നത്. ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യാതെ ഇരിക്കുന്നത്. നിക്കോൾ പ്രിസത്തിലൂടെ നോക്കുമ്പോൾ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യാതെ വരിക സർക്കുലർലി പോളറൈസ്ഡിന് കറക്റ്റായിട്ട് മാച്ച് ആവും. സോ A3 ആണ്. ഇനി എലിപ്റ്റിക്കലി പോളറൈസ്ഡിനെയാണ് നമ്മളൊരു നിക്കോൾ പ്രിസത്തിലൂടെ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യും, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും എക്സ്റ്റിങ്ക്വിഷ് ആവില്ല. അതായത് I മിനിമം ഒരിക്കലും 0 ആവില്ല. അപ്പോൾ B2 എടുക്കാം. ഇനി C എടുക്കുകയാണെങ്കിൽ മിക്സ്ചർ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡും അൺപോളറൈസ്ഡ് ലൈറ്റും, അതും ഇങ്ങനെ തന്നെയാണ്. എന്താണ്, നമ്മുടെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യും, പക്ഷെ ഒരിക്കലും കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്വിഷ്ഡ് ആവില്ല. ഇനി D നോക്കുകയാണെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യുകയും ചെയ്യും, വാനിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് A3, B2, C2, D1 ആണ്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ C ആണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റിന് കറക്റ്റ് മാച്ചും കിട്ടി. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A uniaxial birefringent crystal is cut to form a parallel plate with its optic axis parallel to the front face. For such a retarded plate of refractive indices NO and NE with thickness D, the expression for the relative phase difference delta phi for the wavelength lambda is given by. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു യൂണിയാക്സിയൽ ബയോഫ്രിഞ്ചൻറ്റ് ക്രിസ്റ്റലാണ്. അതിനെ നമ്മൾ ഒരു പാരലൽ പ്ലേറ്റാക്കി കട്ട് ചെയ്തു. അതിൻ്റെ ഒപ്റ്റിക് ആക്സിസ് അതിൻ്റെ ഫ്രണ്ട് ഫേസിന് പാരലലാണ്. ഒരു റിട്ടാർഡഡ് പ്ലേറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് NO ആൻഡ് NEക്ക് അതിൻ്റെ തിക്നെസ് D ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ ഫോർ റിലേറ്റീവ് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ ലാംഡയാണ്. സോ ഫേസ് ഡിഫറൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ ക്രിസ്റ്റൽസ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം NO - NE × D ആണ്. അതാണ് നമ്മൾ മറ്റേ ഇതിലൊക്കെ എടുക്കാറില്ലേ, ലാംഡയുടെ ക്വാർട്ടർ വേവ് പ്ലേറ്റിലും ഹാഫ് വേവ് പ്ലേറ്റിലൊക്കെ നമ്മൾ അങ്ങനെ എടുക്കുക. NO - NE × D ആണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2π/λ × ഡെൽറ്റ എന്നാണ്. സോ 2π/λ × NO - NE × D. സോ 2π/λ NO - NE × D ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പോൾ അത് കഴിഞ്ഞു. 22nd ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 23rd ക്വസ്റ്റ്യൻ. Group 1 contains X and Y components of electric field and Group 2 contains the type of polarization of light. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻസും ടൈപ്പ് ഓഫ് പോളറൈസേഷൻ ഓഫ് ലൈറ്റുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫേസ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ നോക്കി ഏതിനായിട്ടാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് നോക്കണം. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസാണ് നമുക്ക് എടുക്കാൻ പറ്റുക? EX = E0/√2 cos ωt + kx ഉം EY = E0 sin ωt + kz + π എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫേസ് ഡിഫറൻസ് π/2 ആണ്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫേസ് ഡിഫറൻസ് π/2 ആണ്. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. ഫേസ് ഡിഫറൻസ് π/2 ആണെന്ന് പറയാൻ കാരണം ഒന്ന് കോസും ഒന്ന് സൈനും ആണ്. സോ ഒറ്റയടിക്ക് അങ്ങനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, മൈനസ് ചെയ്യാൻ പറ്റില്ല. കോസിനെ സൈനാക്കി മാറ്റിയിട്ട് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ π/2 ആണ് വരുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്താ വരുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ റിസൾട്ടൻ്റ് എന്തായിരിക്കും? എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ EX = E0 sin ωt + kz + π/6, EY = E0 sin ωt + kz - π/3. സോ π/6 - π/3, π/6 + π/3 അഥവാ π/6 + 2π/3, 3π/6 അഥവാ π/2. അപ്പോൾ ഇവിടെയും ഫേസ് ഡിഫറൻസ് π/2 ആണ്. പക്ഷേ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. സെയിം ആംപ്ലിറ്റ്യൂഡും π/2 ഫേസ് ഡിഫറൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് വരുന്ന ലൈറ്റിൻ്റെ പോളറൈസേഷൻ എന്ന് പറയുന്നത് സർക്കുലർലി പോളറൈസ്ഡ് ആയിരിക്കും. ഇനി അടുത്തത് നോക്കാം. EX = E1 sin ωt + kz + 3π/4, EY = E2 sin ωt + kz - π/4. സോ 3π/4 - π/4, 3π/4 + π/4
എന്താ വരിക, പൈ ആണ് വരിക. അപ്പോൾ ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് പൈ വന്നു, പക്ഷേ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, E1 E2 രണ്ടും ഡിഫറെൻറ്റ് വാല്യൂസാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പൈ ഫേസ് ഡിഫറൻസും ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡും ആണെന്നുണ്ടെങ്കിൽ ദ റിസൾട്ടൻറ്റ് ഇസ് എ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ്. സോ അതിൻ്റെ ആൻസറും കിട്ടി. സോ നമ്മുടെ 23rd ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് P2Q1R3 അതാണ് കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24th ക്വസ്റ്റ്യൻ. The thickness of a quarter wave plate made of quartz for wavelength lambda is equal to 6000 angstrom. Refractive indices mu E is equal to 1.553 and mu O is equal to 1.543. ഇത് കറക്റ്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്തിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുക, ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അതായത് നമുക്കറിയാം ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T is equal to lambda by 4 into NE minus NO എന്നാണ്. സോ ടിയുടെ വാല്യൂ എന്ത് കിട്ടും, T is equal to ലാംഡയുടെ വാല്യൂ 6000 ആംസ്ട്രോങ് ആണ്. സോ 6000 into 10⁻⁻10 ഡിവൈഡഡ് ബൈ 4 into mu E മൈനസ് mu എന്നുള്ളത് നമുക്ക് 0.010 എന്നാണ് വരുന്നത്. സോ 0.010 എന്ന് എഴുതുക. അപ്പോൾ 4 into 0.010 ആണ് അടിയിൽ വരുന്നത്. 0.010നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 10 into 10⁻³ എന്ന് എഴുതാം. 10 into 10⁻³ 40 into 10⁻³ അടിയിൽ വരും, മുകളിൽ 6000 into 10⁻10. അപ്പോൾ 6000 4ഉം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോൾ 2ൽ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 3000/2 അഥവാ 1500 into 10⁻10 ഡിവൈഡഡ് ബൈ 10⁻³ ആണ്. അത് 10⁻7 എന്ന് എഴുതാം നമുക്ക്. ഇനി 1500നെ 1.5 into 10⁻³ എന്ന് എഴുതാം. സോ 10⁻³ into 10⁻3 എന്ന് എഴുതാം. സോ 10⁻³ into 10⁻7 എത്രയാണ് വരിക, 10⁻4 വരും. സോ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അപ്പോൾ അവിടെ കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമേ വരില്ല ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A half wave plate is introduced between two crossed polarides P1 and P2. The optic axis makes an angle of 15 degree with the pass axis of P1 as shown in the figure A and B. If an unpolarized beam of intensity I0 is normally incident on P1 and if I1, I2 and I3 are the intensities after P1 after a half wave plate after P2 respectively, I3/I0 is. ഇപ്പോൾ ഒരു ഹാഫ് വേവ് പ്ലേറ്റ് നമ്മൾ രണ്ട് ക്രോസ്ഡ് പോളറൈഡ്സിൻ്റെ P1 P2 എന്ന് പറയുന്ന രണ്ട് ക്രോസ് പോളറോയിഡ്സിൻ്റെ ഇടയിൽ വെച്ചിരിക്കുകയാണ്. ഇവരുടെ ഒപ്റ്റിക് ആക്സസ് P1ൻ്റെ പാസ് ആക്സസുമായിട്ട് ഒരു 15 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഒരു അൺപോളറൈസ്ഡ് ബീം ഓഫ് ലൈറ്റ് ഇൻറ്റൻസിറ്റി I0 നമ്മൾ P1ൻ്റെ മുകളിൽ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ P1ഉം ഹാഫ് വേവ് പ്ലേറ്റും P2 കഴിഞ്ഞിട്ടുള്ള ഇൻറ്റൻസിറ്റീസ് എന്ന് പറയുന്നത് I1, I2, I3 ആണെങ്കിൽ I3/I0 എന്ന് പറയുന്ന റേഷ്യോ എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യനാണ്, ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ള സംശയം ഉണ്ടാകും. പറഞ്ഞുതരാം. അപ്പോൾ I0 ഇൻറ്റൻസിറ്റി ഉള്ള ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വന്ന് P1 എന്ന് പറയുന്ന ഒരു പോളറോയിഡിൻ്റെ മുകളിൽ ഇൻസിഡൻ്റ് ആയി. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി പോളറോയിഡിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി എന്താവും എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാഫായിട്ട് മാറും എന്ന് പറഞ്ഞു. സോ I0 ആണ് അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി. അതെന്തായിട്ട് മാറും, I0/2 ആയിട്ട് മാറും. ഇനി ഹാഫ് വേവ് പ്ലേറ്റ് ഒരു ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഹാഫ് വേവ് പ്ലേറ്റിൻ്റെ റിസൾട്ടൻറ്റ് വേവ് എന്ന് പറയുന്നത് ലീനിയർലി പോളറൈസ്ഡ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. സോ I0/2 തന്നെയാണ് I1ഉം I2ഉം. ഇനി ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഓഫ് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ആദ്യം വരുന്നത് എത്രയൊരു ആംഗിളിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡ് പോളറൈസറിൻ്റെ പാസ് ആക്സസുമായിട്ട് 30 ഡിഗ്രിയാണ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്കത് എന്തുപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, മാലസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മാലസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് തട്ടുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് I0/2 ആണ്. സോ I0/2 cos² θ, I0/2 cos² 30 എന്ന് പറഞ്ഞാൽ π/6. π/6ൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്, 1/2 ആണ്.
1/2 ഹോൾ സ്ക്വയർ 1/4. സോ 1/4 ഇൻറ്റു 1/2 എത്രയാണ്? 1/8. സോ I0/8 എന്ന് വരും. സോ I0/I0 എന്ത് വരും? I0/8 ഡിവൈഡഡ് ബൈ I0. I0 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. 1/8 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ 25th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 1/8 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മേജറായിട്ട് മനസ്സിലാക്കേണ്ടത് ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആണെങ്കിലും ഹാഫ് വേവ് പ്ലേറ്റ് ആണെങ്കിലും അതിലൂടെ പോകുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് ചേഞ്ച് വരില്ല. അവിടെ ആകെ ഫേസ് ഡിഫറൻസ് ആണ് വരിക. അതേസമയം പോളറോയിഡിലൂടെ പോകുന്ന സമയത്ത് അവിടെ എന്ത് വരും? ഇൻറ്റൻസിറ്റി ഡിഫറൻസ് വരും. ഫസ്റ്റ് ടൈം പാസ് ചെയ്ത് പോകുമ്പോൾ I0/2 ആയിട്ട് മാറുകയാണ് ചെയ്യുക. പിന്നെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആംഗിൾ അനുസരിച്ച്, ഇപ്പോൾ ഇവിടെ 30 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചത് ആദ്യം 15 ഡിഗ്രിയാണ്. അപ്പോൾ സെക്കൻഡ് പോളറോയിഡിലേക്ക് എത്തുമ്പോഴേക്കും അത് 15 + 15 30 ഡിഗ്രി ആയിട്ടുണ്ടാവും. അതാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്തരത്തിൽ വേണം നിങ്ങൾ ഇൻറ്റൻസിറ്റി അളക്കാനായിട്ട്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി അളക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റായിട്ടും റേഷ്യോസായിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടോ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. വായിച്ചു നോക്കട്ടെ. A half-wave plate is placed in between a polarizer and a photodirector. When the optic axis of the quarter wave plate is kept initially parallel to the path axis of the polarizer and perpendicular to the direction of light propagation, the intensity of light passing through the quarter wave plate is measured to be I0. If the quarter wave plate is now rotated by 45 degree about an axis parallel to the light propagation, what would be the intensity of the emergent light measured by the photodirector? അപ്പോൾ നമുക്ക് ഒരു പോളറൈസറിൻ്റെയും ഒരു ഫോട്ടോ ഡയറക്ടറിൻ്റെയും ഇടയിലായിട്ട് നമ്മളൊരു ഹാഫ് വേവ് പ്ലേറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ ആക്സസ് നമ്മുടെ പോളറൈസറിൻ്റെ പാസ് ആക്സസുമായിട്ട് ഇനീഷ്യൽ പൊസിഷനിൽ പാരലായിട്ടും ലൈറ്റ് പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലറുമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്വാർട്ടർ വേവ് പ്ലേറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I0 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ക്വാർട്ടർ വേവ് പ്ലേറ്റിന് അതിൻ്റെ ലൈറ്റ് പ്രൊപ്പഗേഷൻ്റെ ആക്സിസിന് പാരലായിട്ടുള്ളൊരു ആക്സിസിൽ 45 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് ബി ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ എമർജൻറ്റ് ലൈറ്റ് മെഷേർഡ് ബൈ ദി ഫോട്ടോ ഡിറക്ടർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഹാഫ് വേവ് പ്ലേറ്റിനുള്ളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റായിട്ട് മാറും. അവിടെ വരുന്ന ആ ഒരു ഫേസ് ഡിഫറൻസ് അനുസരിച്ച് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലേ, ഹാഫ് വേവ് പ്ലേറ്റിലൂടെ പോകുമ്പോൾ അത് ലീനിയർലി പോളറൈസ്ഡ് ആകും എന്നുള്ളത് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ട് മാറും. അതിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞു. അങ്ങനെ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് മറ്റേ ഫോട്ടോ ഡയറക്ടറിലൂടെ വരുന്ന ആ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? I = I0 cos square theta I0 cos square 45. അപ്പോൾ I0 cos square 45 എന്ന് പറയുന്നത് cos 45 1/√2 ആണ്. cos square 45 1/2. സോ I0/2 ആണ് നമുക്ക് ഫോട്ടോ ഡയറക്ടറിൻ്റെ ഉള്ളിലൂടെ കിട്ടുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. സോ 26th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. I0/2 എന്നാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മാലസ് ലോ ഇപ്പം മനസ്സിലായില്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ് മാലസ് ലോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് യൂസ് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഇക്വേഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Unpolarized light of intensity I pass through two polarized sheets. The axis of the first is vertical and that of the second is at 30 degree to the vertical. What fraction of the incident light is transmitted? അപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബീം ഓഫ് ലൈറ്റ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി I ആണ്. അതിനെ നമ്മൾ 2 പോളറോയിഡ് ഷീറ്റ്സിലൂടെ കടത്തിവിട്ടു. ഫസ്റ്റ് പോളറോയിഡ് ഷീറ്റിൻ്റെ ആക്സസ് വേർട്ടിക്കലാണ് ആൻഡ് സെക്കൻഡിൻ്റെ ആക്സസ് 30 ഡിഗ്രി ടു ദ വേർട്ടിക്കലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോളറൈസറിലൂടെ വരുമ്പോൾ ഞാൻ പറഞ്ഞു എന്തായിട്ട് മാറും? അത് I/2 ആയിട്ട് മാറും, ഹാഫായിട്ട് മാറും.
ഇനി സെക്കൻഡിൻ്റെ ഒരു വാല്യൂ നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 30 ഡിഗ്രിയാണ് ആംഗിൾ എന്ന് തന്നിട്ടുണ്ട്. സോ ഐ ഫൈനൽ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്, I0/2 cos സ്ക്വയർ 30. cos 30 എന്ന് പറയുന്നത് എന്താണ് വരുന്നത്, √3/2 എന്നാണ് വരുന്നത്. സോ cos സ്ക്വയർ 30 എന്ത് വരും, 3/4 എന്ന് വരും. സോ I/2 × 3/4, അതായത് 3/8 × I എന്ന് വരും. അതാണ് ഇവിടെ മാലസ് ലോ തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇവർ ചെയ്ത പോലെയൊന്നും ചെയ്യേണ്ട, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ I0 cos സ്ക്വയർ 45 എഴുതിയത് കണ്ടില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 27th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സോറി, ഒരുപാട് മുന്നിലേക്ക് പോയിരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ്, 3/8 I എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ MSQയിലേക്ക് കിടക്കുകയാണ്, അതായത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസിലേക്ക്. അപ്പോൾ ഒന്നിലധികം ഓപ്ഷൻസ് ശരിയായിരിക്കും. എല്ലാ ഓപ്ഷൻസും നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 29th ക്വസ്റ്റ്യൻ, 27 കഴിഞ്ഞ് നേരെ 29 ആണ് അവർ എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ തെറ്റാണ്. ഓക്കെ, എ ബീം ഓഫ് ലൈറ്റ് പാസസ് ത്രൂ എ ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആൻഡ് ദി എമർജൻറ്റ് ബീം ഇസ് സർക്കുലർലി പോളറൈസ്ഡ്. ഫോർ ദിസ് ടു ഹാപ്പൻ, ഒരു ബീം ഓഫ് ലൈറ്റ് ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റിലൂടെ പോയി പുറത്തേക്ക് വരുന്ന എമർജൻറ്റ് ബീം എന്താണെന്ന് പറഞ്ഞു, സർക്കുലർലി പോളറൈസ്ഡ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആവേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബി ആൻഡ് ഡി എന്നാണ് ഒരു ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അനലൈസ് ചെയ്ത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇൻസിഡൻറ്റ് ബീം ഷുഡ് ബി പ്ലെയിൻ പോളറൈസ്ഡ്. ഇപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർ വേവ് പ്ലേറ്റ് അതിൽ എന്ത് കൊണ്ടുവരും, π/2 ഫേസ് ഡിഫറൻസ് കൊണ്ടുവരും. π/2 ഫേസ് ഡിഫറൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് എന്തായിട്ട് മാറും, സർക്കുലർലി പോളറൈസ്ഡ് ആയിട്ട് മാറും. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഷുഡ് മേക്ക് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് ദി ഒപ്റ്റിക് ആക്സിസ്. π/4 ഫേസ് ഡിഫറൻസ് ഒപ്റ്റിക് ആക്സിസുമായിട്ട് മേക്ക് ചെയ്താലാണ് ഇവർ പരസ്പരമുള്ള ഫേസ് ഡിഫറൻസ് എന്തായിട്ട് വരിക, π/4 - π/4 എന്നുള്ളത് π/4 + π/4 എന്നാവുക, അഥവാ π/2 ആയിട്ട് മാറുക. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ 45 ഡിഗ്രി ആയിരിക്കണം മേക്ക് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ ബി ആൻഡ് ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. A beam of light passes through a quarter wave plate and emergent beam is circularly polarized. For this to happen, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അനാലിസിസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു അനാലിസിസിൻ്റെ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പോളറൈസ്ഡ് ബീംസിനെ അനലൈസ് ചെയ്യാമെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോളറൈസേഷൻ സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റിലൂടെ എന്ത് കടത്തിവിടുകയാണ്, ഒരു ബീം ഓഫ് ലൈറ്റ് കടത്തിവിടുകയാണ്. ആ എമർജൻറ്റ് ബീം എന്താണെന്ന് പറഞ്ഞു, സർക്കുലർലി പോളറൈസ്ഡ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് മുകളിലത്തെ അതേ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ എന്തൊക്കെയായിരിക്കും കറക്റ്റ്? ഇൻസിഡൻറ്റ് ബീം ഷുഡ് ബി പ്ലെയിൻ പോളറൈസ്ഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഷുഡ് മേക്ക് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് ദ ഫാസ്റ്റ് ആക്സിസ്. ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴാണ് 2 ക്വസ്റ്റ്യൻ സെയിം ആണെന്ന് എനിക്ക് മനസ്സിലായത്. ഐ എം സോറി, 2 തവണ ക്വസ്റ്റ്യൻ പറഞ്ഞു, സോറി കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. When plain polarized monochromatic light passes through an optically active substance. ഒരു പ്ലെയിൻ പോളറൈസ്ഡ് മോണോക്രോമാറ്റിക് ലൈറ്റ് നമ്മളൊരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ എന്താ വരുന്നതെന്ന്. അപ്പോൾ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അലോങ് ദി ഒപ്റ്റിക് ആക്സിസ് അവിടെ ഒരു എന്താ പറയുക, ആ സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ റൊട്ടേറ്റ് ചെയ്യപ്പെടും. ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് തന്നെയാണ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്, ഒപ്റ്റിക് ആക്ടിവിറ്റി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പിന്നെ നമുക്കൊരു 4 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. അത് തീർന്നു കഴിഞ്ഞാൽ പോളറൈസേഷൻ കംപ്ലീറ്റ് ആയി. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ
കോംപ്ലക്സ് നമ്പേഴ്സ് തുടങ്ങാൻ. കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്കൊരു 2 ക്ലാസ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീക്കിൽ ഇതിപ്പോൾ ഇന്നത്തെ 3ാമത്തെ ക്ലാസ് അല്ലേ, നാളെ ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ വീക്കിലെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A quarter wave plate is designed for a wavelength of 600 nanometer. The difference in refractive indices for the electric components along the fast and the slow axis is 0.2. The geometrical thickness of the plate will be dash millimeter. നമുക്കൊരു ക്വാർട്ടർ വേവ് പ്ലേറ്റ് തന്നിട്ടുണ്ട്. ആ പ്ലേറ്റിൻ്റെ വേവ് ലെങ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള 600 നാനോമീറ്റർ റേഞ്ചിലാണ്. ഇലക്ട്രിക് കമ്പോണൻറ്റ്സ് എലോങ് ദി ഫാസ്റ്റ് ആൻഡ് സ്ലോ ആക്സിസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡിസസിൻ്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അതായത് NE - NO തന്നിട്ടുണ്ട് 0.2. അപ്പോൾ ജോമെട്രിക്കൽ തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാവുന്ന ഒരു വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. നമുക്കറിയാം T = λ/4 × μe - μo എന്നാണ് എന്തിൻ്റെ ഇക്വേഷൻ, ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ അതിൽ ലാംഡയുടെ വാല്യൂ 600 നാനോമീറ്റർ ആണ്. സോ 600 × 10⁻⁹ ഡിവൈഡഡ് ബൈ 4 × μe - μo നമുക്ക് 0.2 തന്നിട്ടുണ്ട്. സോ 4 × 0.2 എന്ന് പറയുന്നത് 0.8 ആണ്. അഥവാ 8 × 10⁻⁻1 10⁻⁻9 ഡിവൈഡഡ് ബൈ 10⁻⁻1 10⁻⁻8 ആണ്. 600 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് 2 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോൾ 300 ഡിവൈഡഡ് ബൈ 4 150 ഡിവൈഡഡ് ബൈ 2 75 × 10⁻⁻8 10⁻⁸ എന്ന് വരും. 75 × 10⁻⁸ അഥവാ 750 × 10⁻⁹ 750 × 10⁻⁹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 നാനോമീറ്റർ ആണ്. സോ തിക്നെസ് എന്ന് പറയുന്നത് 750 നാനോമീറ്റർ ആണ് നമ്മൾ ഈ ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റിന് എടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല എന്ന് തോന്നുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോയി. ഇതിന് മുൻപത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും കൂടി ഡിസ്കസ് ചെയ്യാം നമുക്ക്. Unpolarized light of intensity I0 gets polarized, emerges from a polarizer. It then passes through an analyzer. The intensity of light emerging from the analyzer is I0/8. The angle between the polarizing direction of polarizer and analyzer is dash degree. നമുക്ക് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണ്. അത് ഒരു പോളറൈസറിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഗെറ്റ്സ് പോളറൈസ്ഡ്, അത് പോളറൈസ്ഡ് ആയിട്ട് മാറി. അത് എന്നിട്ട് പിന്നെ പോകുന്നത് ഒരു അനലൈസറിലൂടെയാണ്. അപ്പോൾ അനലൈസറിലൂടെ വരുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് I0/8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോളറൈസേഷൻ ഡയറക്ഷൻ ഓഫ് ദ പോളറൈസറും അനലൈസറും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആ ഒരു ഡിഗ്രി ഓഫ് ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം ചെയ്ത മെത്തേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കറിയാം പോളറൈസറിലൂടെ വരുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, I എന്ന് പറയുന്നത് 1/2 ആയിട്ട് മാറും എന്നറിയാം. സോ നമ്മുടെ അനലൈസറിലൂടെ പോകുന്ന സമയത്ത് അവിടുത്തെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I/2 ആയിരിക്കും. സോ I അനലൈസർ എന്നുള്ളതിന് നമുക്ക് I2 = I/2 cos square θ എന്ന് എഴുതാം. ഈ I എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി I0/8 എന്ന് തന്നിട്ടുണ്ട്. സോ I0/8 = I0/2 × cos square 30. അങ്ങനെ വേണം എഴുതാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇത് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ I0 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. 1/8 1/2 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോൾ ഇപ്പുറത്ത് 1/4 വരും. സോ cos square θ = 1/4 അഥവാ cos θ = 1/2 which means θ = 60 ഡിഗ്രി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും നേരം നമ്മൾ ചെയ്ത ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Unpolarized light is incident on a glass plate having refractive index 1.5. The angle of incidence at which the plane polarized light is obtained is dash degree. അതായത് 1.5 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ബീം വന്ന് ഫോൾ ചെയ്തു.
ഈ ഒരു പിന്നെ കിട്ടുന്നത് നമുക്കൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റാണ്. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈ ഗ്ലാസ് പ്ലേറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നമുക്കിത് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം, കാരണം ഇപ്പോൾ ഓൾറെഡി 30 minutes ആയി. നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം കേട്ടോ അത്.